ആ മത്സരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വേദിയുടെ തൊട്ട് മുമ്പിൽ ഇരിക്കണം. അങ്ങനെ ആദ്യം വന്നിരുന്നാൽ എൻ്റെ ഓപ്പോണൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അന്ന് ഇവിടുത്തെ ഒരു രാജൻ ഉപദേശിയാണ്. അപ്പോൾ രാജൻ ഉപദേശി ആ തൂണ് ചാരി ആദ്യം ഇരുന്നാൽ എനിക്ക് ആ സ്ഥലം കിട്ടില്ല. അപ്പം ഞാൻ ആദ്യം വന്ന് അവിടെ ഇരിക്കും. ഇരുന്നിട്ട് രാജനുപദേശി കാണാതെ, രാജനുപദേശി നോക്കാതെ ഇങ്ങനെ നിൽക്കും. കാരണം നോക്കി വല്ലതും പോയാൽ അദ്ദേഹത്തിന് ആ സ്ഥലം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ആ പല മത്സരങ്ങളിൽ ഇന്നും ആരാണ് ആ മത്സരത്തിൽ ജയിച്ചത് എന്ന്, അല്ലെങ്കിൽ ടാലി ആർക്കാണ് കൂടുതൽ എന്നുള്ളതെന്ന് എനിക്കിപ്പം വ്യക്തമായിട്ട് അറിയില്ല. മൂന്നാമത്തെ കഥയെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കഥയാണ്. അപ്പോൾ അന്ന് ഞാൻ ഏകദേശം 6ാം ക്ലാസ് ഉള്ളപ്പോൾ അമ്മച്ചിയെയും കൊണ്ട് അപ്പായും അമ്മയും നീ യോഗത്തിന് പോകുമെന്ന് പറഞ്ഞ് അമ്മച്ചി ആദ്യം എന്നെ വിട്ടു. അപ്പോൾ ഒരു കസേര ബുക്ക് ചെയ്തിട്ട് ഞാൻ ആ കസേരയിലിരുന്ന് അമ്മച്ചിക്ക് വേണ്ടി ആ കസേര പിടിച്ചിട്ടിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ പോയി ഫ്രണ്ടിലിരിക്കാം, അമ്മച്ചി യോഗം കഴിഞ്ഞ് ആ വടക്കേ മൂലയ്ക്കുള്ള തൂണിൻ്റെ അവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി അവിടെ വിട്ടിട്ട് ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് യോഗം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ഒരു മണിക്കൂർ കാത്തു നിന്നപ്പോഴാണ് അമ്മച്ചി വരുന്നില്ല. ഇനി തൂണ് വല്ലതും തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ഞാൻ ചുറ്റും നടക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റും നടക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലായി തൂണ് തെറ്റിയതല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ 6ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയത് അമ്മച്ചിയെ കാണാതെ പോയി. അപ്പോൾ അമ്മച്ചിയെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ മാരാമൺ കൺവെൻഷൻ്റെ പല റോഡുകളിലും വഴികളിലും ഓടിപ്പോയി അമ്മച്ചിയെ തിരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒടുവിൽ അമ്മച്ചിയെ കാണാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ, ഞാനവിടെ ഈ സജിയങ്കിലൊക്കെ താമസിക്കുന്ന പാലക്കുന്നത്ത് വീടിൻ്റെ തൊട്ട് അടുത്ത് ഉള്ള ആ തറയിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ബ്രദർ വന്ന്, നീ എവിടെ പോയി, എവിടെ ഓടിപ്പോയി എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുകയും, എന്നെ കളഞ്ഞു പോയതല്ല അമ്മച്ചിയെ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് ഞാൻ അവനോട് കരയാൻ തുടങ്ങുന്നതും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മച്ചിയുടെ സുഹൃത്ത്, ഏതോ ഒരു അമ്മണി കൊച്ചമ്മ, എനിക്ക് പേരോർമ്മയില്ല, അമ്മച്ചിയുടെ സുഹൃത്തും അമ്മച്ചിയും കൂടെ യോഗം കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് അമ്മണി കൊച്ചമ്മ അമ്മച്ചിയോട് പറഞ്ഞു, എടി ഇന്നത്തെ പയ്യന്മാരല്ലേ, അവൻ ഏതെങ്കിലും സിനിമാ കോട്ടയ്ക്ക് പോയി കാണുമെന്ന് പറഞ്ഞ് അമ്മച്ചിയും അമ്മണി കൊച്ചമ്മയും പുന്നയ്ക്കാട്ട് പോയി. അപ്പം അങ്ങനെ അമ്മച്ചിയോട് എനിക്ക് ഉണ്ടായ ദേഷ്യം പിന്നീട് നിന്നില്ല. അത് പിന്നീട് അങ്ങ് പോയി, ആ ദേഷ്യം പോയി. പക്ഷേ ഈ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ കരയിൽ ഇരിക്കുന്നത് തൊട്ട് ഇവിടെ തൂണ് ചാരി ഇരിക്കുന്ന സമയം തൊട്ട് ഇന്ന് സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഈ ഒരു വലിയ അവസരത്തിനും ഞാൻ സഭയ്ക്കും സഭാജനങ്ങൾക്കും എൻ്റെ കുടുംബത്തിനോടുമുള്ള നന്ദി പറയാൻ ആദ്യം ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് യുവാക്കളും അന്വേഷണം, നിശ്ചയം എന്നതിനെക്കുറിച്ചാണ്. യുവാക്കൾക്ക് മാത്രമേ നിശ്ചയമില്ലായ്മ ഉള്ളോ എന്നുള്ളതൊരു ചോദ്യമാണ്. പപ്പു ആശാൻ ആ സിനിമയിൽ ഇങ്ങനെ പറയും, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയാം താൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക ഞാൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. ഇത് പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം കുറച്ച് ബുദ്ധിമുട്ടുള്ള അർത്ഥമാണ്. യുവാക്കളും ഐഡൻറ്റിറ്റിയും എന്ന് പറയുമ്പോൾ പല ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. യുവാക്കൾ ആരാണെന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമാണ്. ഞാൻ ഈയിടേക്കാണ് അറിഞ്ഞത് ഞാൻ മില്ലനിയലാണ്. അതെനിക്കറിയായിരുന്നു പണ്ടേ. മില്ലനിയൽ എന്ന് പറഞ്ഞാൽ 1980 നിന്ന് 1996 വരെ ജനിച്ച മനുഷ്യർക്കാണ് മില്ലനിയൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 1996 നിന്ന് 2000 വരെ, അല്ലെങ്കിൽ 2012 വരെയുള്ള സമയമാണ് ജെൻ സി. 2012 തൊട്ട് 2025 വരെയുള്ള ആളുകളാണ് ജെൻ ആൽഫ. ഇപ്പോൾ 2025 ജെൻ ബീറ്റ തുടങ്ങിയിരിക്കുന്നു.
ഇതിൽ പെടാത്ത പല ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കുറഞ്ഞു കാണണ്ട, നിങ്ങളും വലിയ മനുഷ്യരാണ്, അതിന് പേരിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ജെൻ സിയോടും ജെൻ ആൽഫയോടും ഇപ്പം വരാൻ പോകുന്ന ജെൻ ബീറ്റയോടും ഒക്കെ സംസാരിക്കുന്നതേ ഒരു പ്രശ്നമുള്ള സംഭവമാണ്. എനിക്കൊരു പെങ്ങളല്ല, എൻ്റെ ഒരു അനന്തരവളെന്ന് പറയാം. അപ്പോൾ അവൾ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തോ പറയുമ്പോൾ ഞാൻ അവളെ മെസ്സേജ് ചെയ്തു, ടെക്സ്റ്റ് ചെയ്തു, ചാറ്റ് ചെയ്തപ്പോൾ അവൾ ആദ്യം എന്തോ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു IMO എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ മൈ ഒപ്പീനിയൻ എന്നാണ് അവൾ പറഞ്ഞത്, ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്നോ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു SMH. ഒരു ടെക്സ്റ്റ് ചെയ്യാണ്. ഞാൻ പിന്നെയും ഗൂഗിളിൽ നോക്കി, ഷേക്കിംഗ് മൈ ഹെഡ് എന്നാണ്. അതെ, ഇയാൾക്കിത് അറിയില്ലല്ലോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു GWTT, ഗെറ്റ് വിത്ത് ദ ടൈംസ്. അതായത് അവരുടെ കാലഘട്ടത്തിന് ഞാൻ എത്തിച്ചേർന്നിട്ടില്ല, അവരുടെ ലെവല് വേറെയാണ് എന്നുള്ളതാണ് അവൾ ഉദ്ദേശിച്ചത്. ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ആളുകളോട് ഞാൻ തന്നെ പഴയതായി പോയി എന്നുള്ള ചിന്ത എനിക്ക് വന്നു തുടങ്ങി. പക്ഷേ എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ എന്നെക്കാട്ടിലും 4-5 വർഷം എളുപ്പമുള്ള എൻ്റെ ഭാര്യയോടാണ് ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കും. എൻ്റെ ഭാര്യ അപ്പോൾ പറയും നിങ്ങൾക്കൊരു വൈബില്ല എന്ന് പറയും. ആ വൈബില്ല എന്ന് പറയുമ്പോൾ എനിക്കടിക്കുന്നതിനുള്ള പേരാണ് തന്ത വൈബ്. അപ്പോൾ ഈ ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സംസാരിക്കാനൊക്കെ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. നിങ്ങൾക്കുമുണ്ട് എന്ന് ആത്മാർത്ഥമായി ഞാനും വിശ്വസിക്കുന്നു. പുതിയ തലമുറയോട് സംസാരിക്കാൻ ഒരു ചെറിയ വൈക്ലഭ്യം നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിലാണ്, ഞാനും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, എല്ലാവരും ഉണ്ട്. പുതിയ യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ അവരാർജിക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവരുടെ ലോകത്തിലാണ് ആർജിക്കുന്നത്. എൻ്റെ സ്വകാര്യമായ ലോകത്തിലാണ് ഞാൻ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത്. അത് എൻ്റെ ലോകമായിട്ട് ഞാൻ രൂപീകരിക്കുന്നു. ആ ലോകമാണ് എൻ്റെ ലോകം. യുവാക്കൾക്ക് മാത്രം, നമ്മളിപ്പോൾ പറയും യുവാക്കൾ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നില്ല, അവർക്ക് ഒന്നിലോടും ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഈയിടെയായിട്ട് എൻ്റെ അപ്പനും അമ്മയും മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്കും കൊണ്ടൊരു ലോകം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഫോണിനകത്ത് ഞാനും കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും സ്ക്രോൾ ഡൗൺ ചെയ്യുന്നുണ്ട്, എനിക്കുമുണ്ടൊരു ലോകം. യുവാക്കൾക്ക് മാത്രമാണോ അവരുടെ സ്വന്തമായിട്ടുള്ള ലോകം, പരസ്പരം സംസാരിക്കാനുള്ളതും അല്ലെങ്കിൽ സ്വന്തമായി സ്വകാര്യമായിട്ടുള്ള ലോകങ്ങൾ ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. ഇതിന് സാധ്യമാക്കുന്ന ഒരു സംഭവമാണ് ടെക്നോളജി. ഡു വി നീഡ് ടു ഡെമനൈസ് ടെക്നോളജി? ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ പറഞ്ഞു, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്ക് ഇല്ല ഈ ലോകം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മനുഷ്യർക്കുണ്ട്, ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും കുഞ്ഞുങ്ങൾക്കുമുണ്ട്. നമുക്കെല്ലാവർക്കും സ്വകാര്യമായ ലോകങ്ങൾ ടെക്നോളജി കാരണം നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ, പേരൻ്റൽ ഗൈഡൻസ് ഇല്ലാതെ, സൊസൈറ്റൽ ഗൈഡൻസ് ഇല്ലാതെ, സൊസൈറ്റൽ അക്സെപ്റ്റൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമായ ഒരു ലോകം ടെക്നോളജി ഒരുക്കുന്നു. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ചർച്ച് ഹാസ് ടു ആസ്ക് ഇറ്റ്സെൽഫ്. അപ്പം ഞാൻ ഒരു യുവാവിനെ നോക്കി നീ വഴി തെറ്റിപ്പോയി എന്ന് പറയുന്നതിന് മുൻപേ അവൻ്റെ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയോ എൻ്റെ കുട്ടി എൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ലോകങ്ങൾ കണ്ടുമുട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി ഡൺ ഒൺലി വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. തുറന്ന വിശാലമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമൊക്കെ ഭാവിയിലാകണമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചാണ് അന്ന് ഞാനിരുന്നത്. അപ്പം അന്ന് വേദപുസ്തകം വായിക്കും, ലിറ്ററലായിട്ട് വേദപുസ്തകത്തിൽ വിശ്വസിച്ചിരുന്നു.
അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കൊച്ചിലെ, അതായത് മൂന്നാമത്തെ, എൻ്റെ തലയിൽ ഇപ്പോൾ മുടിയില്ലെങ്കിലും അന്ന് 3 ചുഴിയുണ്ടായിരുന്നു, മുടി ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ അപ്പ മൈ ഫാദർ ഇസ് എ ഫാദർ എന്ന് ഞാൻ പല സ്ഥലങ്ങളിലും പറയും. അപ്പോൾ എൻ്റെ മാത്രമല്ല പല ആളുകളുടെയും അച്ഛനാണ്, അമ്മയാണെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ അപ്പ കൂർത്തുമലയിലിരിക്കുന്ന സമയത്താണ് കണ്ണൂരാലെ അമ്മച്ചി പറയും, 3 ചുഴിയുള്ള സമയം തൊട്ട് ഇവന് അച്ഛനാകണമെന്നാണ് ആഗ്രഹം. പ്രശ്നം എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ഞാനൊരു ബയോളജി അല്ല സയൻസ് ക്ലാസ്സിൽ ഫിസിക്കൽ ബോഡിയും അനാറ്റമിയെ പറ്റി ക്ലാസ് നടക്കുകയാണ്. നടക്കുമ്പോൾ ടീച്ചർ ചോദിച്ചു, വാട്ട് ഈസ് ഹ്യൂമൻ ബോഡി മെയ്ഡ് ഓഫ്? ഹ്യൂമൻ ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ കൈപൊക്കി എണ്ണീട്ട് പറഞ്ഞു, ക്ലേ, കളിമണ്ണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കളിമണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പല ഫാക്ച്വലായിട്ടുള്ള ഡൗട്ടുകൾ എൻ്റെ മനസ്സിൽ ആരംഭിക്കുകയാണ്. ഒന്ന്, പ്രാർത്ഥിക്കണോ എന്നുള്ള സംശയം. ഞാൻ പോകുന്ന ക്യാമ്പുകളിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സൺഡേ സ്കൂളിലും ദൈവത്തിന് എന്നെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഇങ്ങനത്തെ പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെപ്പറ്റി എല്ലാം ദൈവം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനാണ് ആ കാര്യങ്ങൾ മാറ്റുന്നത് എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ആ സമയത്തുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദം ഹൗവ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മക്കൾ വെളിയിൽ പോയാൽ ആരെയാണ് കല്യാണം കഴിച്ചതും അവരുടെ സന്തതികൾ എവിടെ നിന്ന് വന്നുള്ള ചോദ്യം, ഫാക്ച്വൽ ചോദ്യം. എൻ്റെ മനസ്സിൽ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. 2% ക്രിസ്ത്യാനികളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളെങ്കിൽ ബാക്കിയുള്ള 97% ആളുകളും സ്വർഗത്തിൽ വരില്ലേ? ഇങ്ങനത്തെ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. സഭയെപ്പറ്റിയും ആത്യന്തികമായിട്ടുള്ള സഭയുടെ ചോദ്യങ്ങളെപ്പറ്റി അന്ന് മനസ്സിലുള്ള ചോദ്യങ്ങൾ വെളിയിൽ പറയാമോ, സഭയെ ചോദ്യം ചെയ്യുന്നത് പോലെ ആകുമോ എന്നൊക്കെ സംശയിച്ചിരുന്നപ്പോൾ അന്ന് ട്രിവാൻഡ്രത്ത് വികാരി ജനറൽ ചെറിയാൻ തോമസ് അച്ഛൻ പരുത്തിപ്പാറ പള്ളിയിൽ 3 ദിവസമുള്ള ഒരു ധ്യാനം നടത്തി. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം യേശുവിൻ്റെ 2ാം വരവിനെ പറ്റിയാണ്. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ 2ാം വരവ് യേശു വന്ന് കഴിഞ്ഞു കാണും എന്ന് പറഞ്ഞു. അച്ഛൻ പല കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഈ ചോദ്യങ്ങളൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ 2ാമത്തെ വരവ് എന്ന് പറയുമ്പോൾ കാഹള ശബ്ദത്തിൻ്റെ നടുവിൽ മേഘാരൂഢനായി വരുന്ന യേശുവിനെ പറ്റി വർണ്ണിക്കുന്നത് ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകത്തിൽ വർണ്ണിക്കുന്ന വർണ്ണനയായിരിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. പല ചോദ്യങ്ങൾക്ക് അച്ഛൻ ഉത്തരങ്ങൾ പറയുമ്പോൾ പരുത്തിപ്പാറ പള്ളിയിൽ കൂടിയിരുന്ന മാർത്തോമ ജനങ്ങൾ പ്രകോപിതരായി. ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കുളിച്ചു കഴിഞ്ഞ് കുളിച്ച് തോർത്ത് ഇട്ടിട്ട് അപ്പ വെളിയിൽ വന്നിട്ട്, എന്നാൽ അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കാമല്ലേ, അങ്ങനൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനല്ല, അത് ശരിയായിരിക്കാൻ ചാൻസ് ഇല്ല, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം അതല്ലല്ലോ. അവർ തമ്മിൽ ബാക്കി സംസാരിച്ചത് എനിക്കങ്ങനെ ഓർമ്മയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഈ ചോദ്യങ്ങൾക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കും എൻ്റെ അപ്പൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാമെന്ന് ഞാൻ കാണുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന ഒരു ഐഡിയയാണ് എനിക്ക് തന്നത്. ഇറ്റ് വാസ് വെരി റെവല്യൂഷണറി ഇൻ മൈ മൈൻഡ്. നമ്മുടെ മനസ്സിലുള്ള സത്വത്തെപ്പറ്റി, അടിസ്ഥാനപരമായ വിശ്വാസത്തെപ്പറ്റിയും ചോദ്യങ്ങൾ ഉണ്ടാകാമെന്നുള്ള ഒരു ബോധം അന്ന് എനിക്ക് ലഭിച്ചു. പിന്നീട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കോളേജിൽ പോവുകയാണ്, MCC കോളേജിൽ പോകുമ്പോൾ അന്ന് പല ഐഡൻറ്റിറ്റീസാണ്. ഒരു മനുഷ്യനിൽ തന്നെ പല വ്യക്തിത്വങ്ങൾ ഉണ്ടാവാമെന്ന് എനിക്ക് മനസ്സിലായത് ആ സമയങ്ങളിലാണ്. അപ്പം ഞാൻ രസകരമായ ഒരു സംഭവമാണ് അത്, ആ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കുമെങ്കിൽ MCCയിൽ പഠിച്ച പല അച്ഛന്മാരും ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, പല കൊച്ചമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്.
MCCയിൽ ഹീബർ ചാപ്പൽ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഹീബർ ചാപ്പൽ. ഈ ചാപ്പലിനകത്ത് അക്കൂസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാടാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഹീബർ ചാപ്പലിൽ ക്വയർ പ്രാക്ടീസ് നടക്കുന്നത് വൈകുന്നേരമാണ്. ഈ ഹീബർ ചാപ്പലിൻ്റെ 2 ഘട്ടമായിട്ടാണ്. അതായത് കതകുകളുണ്ട്, ജനലുകളുണ്ട്, അതിൻ്റെ മുകളിൽ കിളിവാതിലുകൾ പോലെ ജനാലുകളുണ്ട്. ഹീബർ ഹോസ്റ്റലിനകത്തുനിന്ന്, അതായത് ഹീബർ ഹാളിനകത്തുനിന്ന് നടന്ന് ഈ കിളിവാതിലുകളുടെ അവിടെ പോയി നിന്നാൽ ഈ അകത്ത് എന്താണ് നടക്കുന്നത്, പാടുന്ന കാര്യം കേൾക്കാം, അങ്ങനെ പല സംഭവങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു സമയം ഞാൻ എൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ സ്പോർട്സ് ഡേയുടെ അന്ന് കളിച്ചതിന് ശേഷം ബാക്കിയുള്ള ഒരു 2 പടക്കം റൂമിനകത്തുണ്ട്. അപ്പം ഞാൻ ഈ പടക്കവും കയ്യിൽ വെച്ചുകൊണ്ട് ക്വയർ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. എന്നിട്ട് ഈ ജനലുകളിലൂടെ, അന്ന് ഇരുട്ടാണ്, ജനലിലൂടെ ഞാൻ പ്രാക്ടീസ് നടക്കുന്നതായിട്ട് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രം അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനോട് പോയി സംസാരിക്കാൻ വേണ്ടി ഞാൻ വണ്ടി കയറി ബോബി സോജസിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ പോയി. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ നല്ല ഒന്നാന്തരം അടയും കാപ്പിയും നല്ല ഏത്തക്കാപ്പും ഒക്കെ കിട്ടുന്ന നല്ല ധ്യാന കേന്ദ്രം. ഞാൻ ആദ്യത്തെ ധ്യാനം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി വെമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അന്നൊരു കേമനാണ്. കാരണം ഈ ചോദ്യങ്ങളൊക്കെ വളരെ ബുദ്ധിപരമായ IQവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗംഭീരമായ ചോദ്യങ്ങളാണ്. സഭയെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്, വിശ്വാസത്തെ പറ്റിയുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹവും മനസ്സിലുണ്ട്. അച്ഛനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഈ ചോദ്യങ്ങൾ പലതായിട്ട് റിഹേഴ്സ് ചെയ്യുകയും കൂടെയാണ്. അച്ഛനിങ്ങനെ പലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറകിൽ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു, ഈ സംശയങ്ങൾ ഒന്നൊന്നായി 2% ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോകും? പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? മാമോദീസയെ പറ്റിയും ശിശുസ്നാനം കഴിക്കണമെന്നുള്ളത് എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ യേശു ദൈവമാണോ അതോ വെറും ചരിത്ര പുരുഷനാണോ? ഇങ്ങനത്തെ പല ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം അച്ഛനോട് ഞാൻ ചോദിച്ചു. അച്ഛൻ വെയിറ്റ് ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, എനിക്കൊരു സ്ഥലം വരെ പോകണം, പക്ഷേ സ്നേഹത്തിന് മുൻപിൽ ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചിട്ട് അച്ഛൻ അതുപോലെ തന്നെ എണ്ണീറ്റ് അവിടെ നിന്ന് പോയി. മനുഷ്യനെ കൊച്ചാകുന്ന പോലുള്ള മറുപടി. സ്നേഹത്തിന് മുൻപിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് കാലങ്ങളെടുത്തു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, യേശുവിനെ പറ്റി നോക്കിയാൽ തന്നെ പുരോഹിതന്മാർ യേശുവിനെ ക്രൂശിക്കാൻ പറയുന്നു. രാഷ്ട്രീയപരമായ തീരുമാനങ്ങളാണതെല്ലാം. അവരോടെല്ലാം ക്ഷമിക്കുന്നു. കുരിശിൽ ഏൽക്കുമ്പോഴും കള്ളനോട് ക്ഷമിക്കുന്നു. പലരോടും കുഷ്ഠരോഗിയെ തൊടുന്നു. അല്ലെങ്കിൽ വളരെ 12 വയസ്സുകാലം തൊട്ട് ചോദ്യങ്ങൾ ചോദിച്ച്, അല്ലെങ്കിൽ പുരോഹിതന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം യേശുവും വന്നു നിൽക്കുന്നത് സ്നേഹത്തിലാണ്. ആ സ്നേഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ തത്വങ്ങളോ വലിയ ഫിലോസഫികളോ അല്ലെങ്കിൽ ഫാക്ച്വൽ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും ഇതിനെപ്പറ്റിയോ ആ രീതിയിലുള്ള സംസാരങ്ങളല്ല യേശു പറയുന്നതെങ്കിലും യേശു ചോദിക്കുന്നതും പറയുന്നതും അവസാനം വേദപുസ്തകത്തെ ക്രോഡീകരിച്ച് പറയുന്ന ആ ഏറ്റവും വലിപ്പമുള്ള അല്ലെങ്കിൽ വലിയതായിട്ടുള്ള വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണെന്നുള്ള കാര്യം യേശു പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നത് അന്നാണ്. സ്നേഹത്തിന് മുൻപിൽ നിൻ്റെ ഐഡൻറ്റിറ്റി സ്ഥിരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്നേഹമാണ്, ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതൊരു വലിയ കാര്യമാണ് എന്ന് അന്ന് മനസ്സിലാക്കി.
ദി കൺഫ്യൂഷൻസ് ബിക്കെയിം എ കൺവിക്ഷൻ ദെൻ. ഇന്ന് സഭ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹമാണെന്ന് പറയും. ആരാധന എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണെന്ന് പറയും. വീട് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണെന്ന് പറയും. ചിന്തകളും വിശ്വാസങ്ങളും എന്താണെന്ന് ചോദിച്ചാൽ അതും സ്നേഹമാണെന്ന് പറയും. കേൾക്കാൻ സുഖമുള്ളതാണ്, പല ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ജീവിതത്തിൽ പല സിറ്റുവേഷൻസ് വരുമ്പോൾ ഇതെന്തുമാത്രം ഉപയോഗമുള്ള ഒരു സിദ്ധാന്തമാണെന്ന് അപ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരു IAS കാരനായി. അപ്പോൾ കിങ്ങിലെ ജോസഫ് അലക്സ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അതായത് ഹീറോയിസം. പല തീരുമാനങ്ങൾ എടുക്കുന്നു, അധികാരങ്ങൾ കാണിക്കുന്നു, ഡയലോഗ് അടിക്കുന്നു, ഇടയ്ക്ക് മുടി പാറിപ്പറത്തുന്നു, അതില്ല എങ്കിലും. അപ്പം അങ്ങനെ പല ഐഡിയാസ് വെച്ചാണ് നമ്മൾ അച്ഛനാവുന്നത്, IAS ഓഫീസർ ആകുന്നത്. അപ്പം അങ്ങനെ കയറി ഇതിനകത്ത് പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാ ജോലികളും പോലാണ്. ഇപ്പോൾ എന്നെ പിടിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ ഡയറക്ടർ ആക്കിയപ്പോഴാണ് ഒരു ചെറിയ അപകർഷതാ ബോധം തോന്നിത്തുടങ്ങുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വൈദികർക്കറിയാം, അമേരിക്കയിൽ ട്രാൻസ്ഫർ കിട്ടി വികാരിയാവുന്നതും പുഞ്ചകേരി മിഷൻ മാർത്തോമ പള്ളിയുടെ വികാരിയാവുന്നതും അല്ലെങ്കിൽ ജബൽപൂരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടിബറ്റിൽ സുവിശേഷകനാവുന്നതും തമ്മിലൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു ജോലിയാണ്. പക്ഷേ വ്യത്യാസമുണ്ടോ? ആരോടെങ്കിലും പറയുമ്പോൾ, ഞാൻ പോയി ഡയറക്ടർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ശബ്ദം കുറച്ചേ പറയൂ, ഡയറക്ടർ വരെയും കൊണ്ടങ്ങ് നിർത്തും. നമ്മുടെ എല്ലാ ജോലികളിലുണ്ട്. എനിക്ക് അർഹിക്കുന്ന സ്ഥലത്തല്ല, എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള സ്ഥലത്തല്ല, എൻ്റെ കഴിവനുസരിച്ചുള്ള സ്ഥലത്തല്ല എന്നെ പോസ്റ്റ് ചെയ്തേക്കെന്നുള്ള ഒരു വിഷമം പിടിച്ച ഒരു അവസരം എല്ലാവർക്കും കാണും. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ ഡയറക്ടറായപ്പോൾ എനിക്കും തോന്നി ഇങ്ങനെ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദർ ഈസ് എ ഡിസൈൻ. നമ്മളെ തേടി വരുന്ന ഒരു ചില ഡിസൈൻസ് ഉണ്ട്. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് why certain things happen. എൻ്റെ പെങ്ങൾക്ക് ആദ്യത്തെ കൊച്ച് ഉണ്ടായപ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചാണ്, ഞങ്ങൾ 3 പിള്ളേരിൽ ആദ്യത്തെ കൊച്ച്. അവൻ്റെ പേര് ജോനത്തൻ എന്നാണ്. ജോനത്തൻ ഓട്ടിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര പരപരപ്പും വിഷമമൊക്കെ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, പലരും അവൻ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ശാപമാണെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോനത്തനെ ഓട്ടിസ്റ്റിക് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ വളർത്തിയ രീതിയും, അജിത്തും ഐഡയും എൻ്റെ അളിയനും പെങ്ങളും അവനെ വളർത്തുന്ന രീതി, അവനെ സ്നേഹിക്കുന്ന വിധം, അവനെ എംപവർ ചെയ്യാൻ മാത്രം അവനോട് സ്നേഹം കാണിക്കുന്നതും, അവനിപ്പോൾ എലൈജ എന്നും ഗ്രേസ് എന്നും പറഞ്ഞ് അവനൊരു ബ്രദറും സിസ്റ്ററും ഉണ്ട്, അവനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, ക്ഷമ പഠിക്കാനായിട്ടാണ് അവൻ ഈ ലോകത്തിൽ, ക്ഷമ പഠിപ്പിക്കാനായിട്ടാണ് വന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ആ സമയത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ ഡയറക്ടറായി പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവനെ പോയി കാണണം. ഞാൻ അമേരിക്കയിലോട്ട് ടിക്കറ്റ് എടുത്തു. സാം എന്നെ അമേരിക്കയിൽ കൊണ്ടുപോയി. അപ്പോൾ അവൻ വളരുമ്പോൾ അവൻ അമേരിക്കയിലാണ് വളരുന്നത്, ഞാൻ അവൻ്റെ ജീവിതത്തിലില്ല. അപ്പം ഞാൻ പോയി അവനോട് സംസാരിക്കാൻ വേണ്ടിയും അവനോട് ഇടപെടാൻ വേണ്ടിയും ഞാൻ അമേരിക്കയിൽ പോയി അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, തമിഴ്നാട്ടിൽ ഈ കാര്യം, ഈ മനുഷ്യരെ, ഭിന്നശേഷിയുള്ള മനുഷ്യരെ, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു കഴിവ് വേണം, ഒരു സ്കിൽ വേണം, ക്ഷമ വേണം. അതിനെന്നെ കണ്ടുപിടിച്ചതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ ആദ്യമായി വേൾഡ് ബാങ്കിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു. നടക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞു, ലെറ്റ് us ഡിസ്കസ് ലേറ്റർ, വി വിൽ കം ബാക്ക്. ഞങ്ങൾ ഡൽഹിയിലാണ്, ചെന്നൈയിൽ നിന്ന് ലെറ്റ്സ് മീറ്റ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് another day എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ഇച്ചിരി ഉഴപ്പുമാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വേർ ആർ യു ഗോയിങ്? അപ്പോൾ ദേശം ഡൽഹിയിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും വരികയാണെന്ന് പറഞ്ഞു. ഐ വാസ് നോട്ട് ഗോയിങ്. ഞാൻ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് പിടിച്ചു. അവർ പോയ അതേ ഡൽഹി ഫ്ലൈറ്റിൽ അവരുടെ കൂടെ ഇരുന്ന് ആ 3 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ആദ്യ രേഖയാണ് ഇന്ന് തമിഴ്നാട്ടിൽ ലോകത്തെ എങ്ങും ഇല്ലാത്തതുപോലെയുള്ള 2000 കോടിയുടെ ഭിന്നശേഷി വകുപ്പുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു പ്രോജക്റ്റ്. ശാപമാണെന്ന് വിചാരിച്ച ജോനത്തനാണ് അതിൻ്റെ അവകാശി. When you understand your identity, you will eventually realize you will be used. നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്, ദ യൂണിവേഴ്സസ് ഡിസൈനാണ്. നിങ്ങളെ ചിലപ്പോൾ സമൂഹം പറയുന്ന സക്സസ്സിൽ നിങ്ങൾ എത്തിപ്പെട്ടു എന്ന് വരില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകണോ എന്ന് തീർച്ചയില്ലെങ്കിലും നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾ പോലും അല്ലെങ്കിൽ ഞാൻ പോലും ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും എന്നുള്ളതാണ് ദ ഫണ്ടമെൻ്റൽ ഓഫ് യുവർ ഐഡൻറ്റിറ്റി. അങ്ങനെ രാമനാഥപുരം കളക്ടറായി. രാമനാഥപുരം കളക്ടറായപ്പോഴും വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അവിടെ വെള്ളമില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര തോണ്ടിയാലും അവിടെ ഉപ്പുവെള്ളമാണ് കിട്ടുക. അപ്പം അങ്ങനെ ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്വനിശ്ചയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉള്ളത്, അല്ലെങ്കിൽ വെൻ ഐ ബിക്കം കംഫർട്ടബിൾ വിത്ത് മൈ ഐഡൻറ്റിറ്റി ആസ് എ പേഴ്സൺ, അത് കഴിഞ്ഞ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. ബിക്കോസ് യു ആർ ഷുവർ ഓഫ് യുവർ സെൽഫ്. അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞ് ഒരു കുടുംബം വന്നു. അവരൊരു ഗ്രാമത്തിൽ നിന്നാണ്, വിദൂരമായ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായൊരു കാര്യം എന്താ, ഈ ഗ്രാമത്തിൽ വെള്ളമില്ല, അവർ താഴ്ത്തപ്പെട്ട ജാതിയിൽ നിന്ന് ദലിതർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലോട്ട്, അവിടെ വെള്ളം വരുന്നതെന്ന് വെച്ചാൽ രാമനാഥപുരത്തിൽ നിന്ന് തഞ്ചാവൂരിൽ നിന്ന് പൈപ്പ് ലൈൻ പിടിച്ച് ആ പൈപ്പ് ലൈൻ പല സ്ഥലങ്ങളിലൂടെ വന്ന് അങ്ങനെ അവസാനം രാമനാഥപുരത്തിൻ്റെ കടയക്കോടി എന്ന് പറയും, കടയക്കോടി ഗ്രാമം, അങ്ങനെ അവസാനത്തെ ഗ്രാമമാണ് ഈ മനുഷ്യർ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറയാം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഈ സംഭവങ്ങൾ, ഈ പൈപ്പ് പോകുന്ന സ്ഥലങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് എൻ്റെ ഓഫീസേഴ്സും എൻജിനീയേഴ്സും ഒക്കെ വന്നു, അവരോട് സംസാരിച്ചു. അപ്പോൾ എന്താണ് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഗ്രാമത്തിന് മുമ്പിൽ സ്വാധീനമുള്ള വളരെ പണമുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നു. അവിടെ ഈ പൈപ്പ് ലൈൻ ശരിക്കും നല്ലപോലെ ഉപയോഗിച്ചാൽ ഓൾട്ടർനേറ്റ്, അതായത് ഒന്നട വിട്ടേ വെള്ളം വരൂ. ഒന്നട വിട്ട് ഈ അവസാനത്തെ ഗ്രാമത്തിൽ ഒന്നട വിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഗ്രാമവും ഒന്നട വിട്ടേ വെള്ളം എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവർ മോട്ടർ പിടിച്ച് 24 മണിക്കൂർ 7 ദിവസവും വെള്ളം പിടിക്കും. അപ്പോൾ ഈ അവസാനത്തെ വില്ലേജിൽ വെള്ളം കിട്ടില്ല. ഇല്ലീഗലായിട്ടുള്ള, അപ്പം നമ്മൾ തന്ത്രപാരി, ഈ പ്രാവിനെ പോലെ നിഷ്കളങ്കതയും പാമ്പിനെ പോലെ കൗശലവും വേണമെന്നാണല്ലോ. ആ സമയത്ത് എനിക്ക് തോന്നിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്താ നമ്മുടെ ഡിസിഷൻ എല്ലാ മനുഷ്യർക്കും നീതിപരമായി കിട്ടണമെന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണല്ലോ ഞാൻ പുലർത്തുന്നത്. അടുത്ത പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് വന്നു. അതായത് എല്ലാ ഗ്രാമങ്ങൾക്കും പുതിയ പൈപ്പ് ലൈനുകൾ, ജൽജീവൻ മിഷനിൽ പുതിയ പൈപ്പ് ലൈനുകൾ വരുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഉത്തരവിട്ടു, ഒരു ദളിത് ഗ്രാമം പോലും പൈപ്പ് ലൈനിൻ്റെ അവസാനത്തെ വില്ലേജായി ഇരിക്കാൻ പാടില്ല. സ്വാധീനമുള്ളവരുടെ ഗ്രാമങ്ങൾ മാത്രമേ അവസാനമായിട്ടിരിക്കാൻ പാടുള്ളൂ. അവരെങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം വരുത്തുമ്പോൾ എന്തു പറ്റും, ഇവർക്കും വെള്ളം കിട്ടും എന്നുള്ള വിശ്വാസം. സത്വനിശ്ചയം വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മുഖ്യമായ സംഭവം. രാമനാഥപുരത്ത് സ്കൂളുകളിൽ കണ്ടിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സ്കൂളുകളിൽ അടി നടക്കുമ്പോൾ പിള്ളേർ തമ്മിലാണ് അടി നടക്കുക.
എന്തെങ്കിലും പറഞ്ഞ് ചില വാക്കുതർക്കങ്ങൾ നടക്കും. ഈ വാക്കുതർക്കം നടക്കുമ്പോൾ അത് ജാതിയുടെ പേരിലുള്ള വാക്കുതർക്കമായി മാറും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കൂളുകൾക്കകത്തുള്ളവർ, ഈ കുട്ടികൾ നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ അവർ ബാൻഡുകളൊക്കെ കെട്ടി കാണും. കളർ ബാൻഡ്, അത് മഞ്ഞ കളർ എന്ന് പറയുന്നത് ഒരു ജാതിയുടെ കളറാണ്, നീല കളർ എന്ന് പറയുന്നത് വേറൊരു ജാതിയുടെ കളറാണ്. അപ്പോൾ അങ്ങനെ ജാതി പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നൊക്കെ അത് പല ഗവൺമെൻറ്റും അതിന് പല സൊല്യൂഷനുകൾ കണ്ടുപിടിച്ചു. നമ്മൾ പല പ്രാവശ്യം എൻ്റെ മനസ്സിലൂടെ ഓടിയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പല ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതിൽ ജാതിയുടെ ഐഡൻറ്റിറ്റി ആവാം, മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ആവാം, അല്ലെങ്കിൽ വേറെ മറ്റ് പല ഐഡൻറ്റിറ്റീസ് ആവാം. ഞാൻ പണമുള്ള ആൾ എന്നുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, ജെൻഡർ, ഇനം, ആൺ പെൺ ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഐഡൻറ്റിറ്റികൾ എടുത്താണ് ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ചൈൽഡ് വെൻ ഷി എൻറ്റേഴ്സ് സ്കൂളിൽ വരുമ്പോൾ ഈ ഐഡൻറ്റിറ്റിയിലാണ് അവൻ വരിക. അപ്പോൾ എന്തെങ്കിലും അടിയോ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ആദ്യം ആ ഐഡൻറ്റിറ്റികളാണ് വെളിയിൽ വരിക. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ അവിടെ വന്ന ഒരു സൊല്യൂഷനാണ്, നമ്മളിവരെ സ്കൂളിനകത്തുള്ള കുട്ടികളെ യെല്ലോ ഹൗസ്, ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ് തരംതിരിക്കണം. ആ തരം തിരിച്ചിട്ട് അവിടെ റാൻഡമായിട്ട് എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിലും പെട്ട ആൺ പെൺ അല്ലെങ്കിൽ കുട്ടികളെ ഒരേ ഹൗസിനകത്തിട്ടാൽ അവിടെ സ്പോർട്സ് മീറ്റ് നടക്കുമ്പോൾ ഈ ഹൗസിൻ്റെ പേരിലാണ് മത്സരം, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടന്നാൽ ഈ ഹൗസിൻ്റെ പേരിലാണ് മത്സരം. അപ്പം ഞാൻ ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാണ് ഞാൻ മത്സരിക്കുന്നത് എന്നുള്ളത് ഒരു സമമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് മത്സരം നടക്കണമെന്നുള്ളത് അവിടെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പലർക്കും ഗുണകരമായ ഒരു ഐഡൻറ്റിറ്റി അല്ല. മനുഷ്യത്വം എന്നുള്ളത് എല്ലാവർക്കും ഗുണകരമായ ഒരു ഐഡൻറ്റിറ്റി അല്ല. രാഷ്ട്രീയ സാംസ്കാരിക ഉപയോഗങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ വേർപാട് എന്നുള്ളത് ഒരു ആവശ്യമുള്ളൊരു ഘടകമാണെന്ന് മനസ്സിലാവും. അപ്പം ഈ വേർപാടെന്നുള്ളതിനെ ഒന്നാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടതെന്നും എല്ലാവരെയും മനുഷ്യരായി കാണണമെന്നും നമ്മൾ പറയുമ്പോൾ അത് സ്കൂളുകളിൽ നിന്നും ആരംഭിക്കണം, മനുഷ്യത്വത്തിൽ ആരംഭിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് അത് കൊണ്ടു ചെല്ലുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ധൈര്യം വേണം. ഇങ്ങനെ ചെയ്യാൻ പോവുക എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ്റിനോട് അവതരിപ്പിക്കണം, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനോട് അവതരിപ്പിക്കണം. പല പ്രശ്നങ്ങൾ ഇതിൽ വരാം. അങ്ങനെ പോയി അവതരിപ്പിക്കുമ്പോൾ എൻ്റെ സത്വം എന്താണെന്ന് ഉള്ളത് ഞാൻ ഷുവർ ആണെങ്കിൽ മാത്രമേ അത് പോയി അവതരിപ്പിക്കാനും അത് പോയി സംസാരിക്കാനും ധൈര്യപൂർവ്വം ഇത് ചെയ്യണമെന്ന് ഗവൺമെൻറ്റിനോട് നമ്മൾ അവതരിപ്പിക്കാനും പറ്റും. സത്വം എന്ന് പറയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 ആണ്ടുകൾ കൊണ്ട് നേടുന്ന ഒരു കാര്യമല്ല. അത് കുട്ടിക്കാലം മുതൽ സംശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പല അനുഭവങ്ങളിൽ നിന്ന് അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഷ്യോറിറ്റി അബൌട്ട് യുവർ സെൽഫ് ആൻഡ് വാട്ട് യു ആർ എന്നുള്ളതാണ് സത്വനിശ്ചയം. ആ നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമാണ്. പരസ്യമായി ധൈര്യം കാട്ടാമെന്നുള്ളത് പലപ്പോഴും നമുക്ക് തോന്നാം. ആ ധൈര്യം വരുന്നത് ഈ സത്വനിശ്ചയത്തിൽ നിന്നാണ്. ഞാൻ യേശുവിനെ പറ്റി തിരിച്ച് പറയുമ്പോൾ, യേശു 30 വയസ്സ് വരെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അത് യേശുവിൻ്റെ സത്വ അന്വേഷണമായിരിക്കാം. ആ സത്വ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വിചിത്രമായിട്ട് തോന്നാം. മാതാപിതാക്കൾ കാണാൻ വരുമ്പോൾ യേശു പറയുന്ന കാര്യം, എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് എൻ്റെ വചനം കേൾക്കുന്ന ആളുകളാണ്, നിങ്ങളാരും അല്ല എന്ന് പറയുന്നു. വളരെ ധിക്കാരിയായിട്ടുള്ളൊരു പയ്യൻ.
കുഷ്ഠരോഗികളെ തൊടുമ്പോൾ പേഴ്സണൽ ഹൈജീൻ പോലും നോക്കുന്നില്ല. വളരെ വിചിത്രമായ കാര്യമാണ്. യാത്രകൾ ചെയ്യുന്നു. വേശ്യയായ ഒരു സ്ത്രീയെ കിണറ്റിൻകരയിൽ വെച്ച് വേശ്യയോട് സംസാരിക്കുന്നു. വേശ്യയായ സ്ത്രീയെ, രക്തസ്രാവക്കാരി സ്ത്രീയെ തൊടുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ വളരെ പ്രശ്നം പിടിച്ച കാര്യമാണ്. രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിൽ കൊല്ലപ്പെടുകയാണ് യേശു. അത് നോക്കുമ്പോഴും വളരെ പ്രശ്നം കൂടിയ ഒരു കാര്യമാണത്. പക്ഷേ ഗെത്സെമനെ തോട്ടത്തിൽ യേശു ഇതിനെയെല്ലാം ഇത് സ്വീകരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടോ എന്ന് വരെ ചിന്തിക്കുകയാണ്. കഴിയുമെങ്കിൽ ഇതെടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണമെന്ന് തന്നെ പറയുന്നു. അപ്പോൾ സത്വനിശ്ചയമെന്ന് പറയുന്നത് എപ്പോഴും സുഖകരമായ ഒരു കാര്യമല്ല. ഞാൻ ആരാണെന്ന് വിളിച്ചു പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണും. ഞാൻ വിളിച്ചു പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് നേരിടുന്ന കോൺസിക്വൻസസ് അധികമായിരിക്കും. ഇത് നേരിടാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതെല്ലാം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ കൂടെ മനുഷ്യൻ പോകുമ്പോൾ ഇതെല്ലാം വ്യക്തമായി കാണുന്നതാണ് സത്വനിശ്ചയം. അതിന് വേറെ എങ്ങും നോക്കണ്ട, യേശുവിൻ്റെ ജീവിതം നോക്കിയാൽ മതി. ചരിത്ര പുരുഷനായി കണ്ടാൽ മതി എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ സഭ അല്ലെങ്കിൽ സമൂഹത്തിന് ഇതിനുള്ള പങ്ക് എന്താണ്? സത്വം കണ്ടുപിടിക്കുക എന്നുള്ളതിൽ എന്താണ് പങ്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ചുമതല ചിൽഡ്രൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ചിൽഡ്രൻ വെൽഫെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുർഗുണ പരിഹാര പാഠശാലകൾ, അവിടെ വന്ന് ലാൻഡ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ്. ഞാൻ ഈയിടെ ഒരു ഒബ്സർവേഷൻ ഹോമിൽ വിസിറ്റ് ചെയ്തു. ഒബ്സർവേഷൻ ഹോം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ വന്ന് ഇടുന്ന സ്ഥലം. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികളെ വന്ന് ഇടുമ്പോൾ അവർക്ക് ലെസൺസ് ഉണ്ട്. അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പല ആളുകൾ അവിടെ വരും. അവരെ അഡിക്ഷൻ ചെയ്യണം. കാരണം അതിൽ പലരും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പോയി സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പോയി അവിടെ അവരെ പല സെല്ലുകളിലായിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ഒരു സെല്ല് തുറന്നപ്പോൾ അതിനകത്ത് 6 കുട്ടികളാണ്. അപ്പോൾ ഞാൻ പോയി അവരുടെ മുമ്പിൽ പോയി നിന്നപ്പോൾ പല കുട്ടികളുമായിട്ട് എനിക്ക് സംസാരിച്ച് പരിചയമുണ്ട്. ഞാൻ കളക്ടറൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ വന്ന് സെൽഫിയൊക്കെ എടുക്കും. അങ്ങനെ സംസാരിക്കും. നമ്മൾക്ക് എന്താണ് നിൻ്റെ ആഗ്രഹം, നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കും. വളരെ വാത്സല്യപൂർവ്വമായി സംസാരിക്കും. സ്കൂളിൽ പോയ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നത് വളരെ വളരെ ആനന്ദപരമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ പയ്യനോട് ചോദിച്ചു, നിൻ്റെ പേര്, ഊര്. അപ്പോൾ സർവണൻ, അവൻ ദിണ്ടിഗലിലാന്ന് പറഞ്ഞു. ഞാനോട് ചോദിച്ചു, നീ എന്ത് കുറ്റത്തിനാണുള്ളത്? എന്നോട് പറഞ്ഞു കൊലപാതകം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ആകെപ്പാടെ ഒരു അടിമുടി അങ്ങ് സ്തംഭിച്ചു പോയി. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാ. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനെ സെക്ഷൽ അട്രോസിറ്റിക്കാണ് അവനെ പിടിച്ചത്. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു കൊലപാതകം. അവനെ 6 മാസമായിട്ട് അവിടെ ഉണ്ട്. ഇങ്ങനെ കൊലപാതകം, പോക്സോ ആക്ട്, ചെയിൻ സ്നാച്ചിങ്, ഇങ്ങനെ പല കുറ്റങ്ങൾക്ക് വന്ന് നിൽക്കുകയാണ് കൊച്ചുകുട്ടികൾ. അപ്പോൾ എൻ്റെ തല താന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു കുറ്റബോധത്തോടെ നിന്നാണ് ഞാനും നിങ്ങളും അവിടെ നിൽക്കേണ്ടത്. ഞാനും അവിടെ നിന്നത് കുറ്റബോധത്താണ്. കാരണം ഇവരെ തിരിച്ച് നല്ല പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഗവൺമെൻറ്റും മെഡിക്കൽ സയൻസും എല്ലാം എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൈക്കോളജിസ്റ്റിൻ്റെ ഇൻ്റർവെൻഷനാണ്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അവരോട് ചേർത്ത് പിടിച്ച് അവർക്ക് ഒരാളുണ്ട് എന്ന് അവരോട് പറയാനാണ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ശ്രമങ്ങളും. പക്ഷെ എനിക്കറിയാം, ഈ കൊലപാതക കുറ്റത്തിൽ വന്ന ഈ കുട്ടി തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവനെ കൊലപാതകനാണ് പിന്നീട് വിളിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും കുറ്റമൊന്നും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലുമുള്ള ആളുകൾ, കുട്ടികൾ ചെയ്തിട്ടില്ല. അവർ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നു.
കൊലപാതക കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പള്ളിയിൽ വരുന്നില്ല, അവനൊരു അഴുക്ക് കുട്ടിയാണ്. ചെവിയിലൊരു കടുക്കൻ കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാലയിട്ടിട്ടുണ്ട്, അവൻ്റെ മുടി ചീകുന്നതിൽ പ്രശ്നമുണ്ട്. ഞാൻ പോയി ആ കുട്ടിയുടെ മുമ്പിൽ പോയി നിന്നത്, ആ ഒബ്സർവേഷൻ ഹോമിലെ പയ്യൻ്റെ മുമ്പിൽ പോയി ഞാൻ നിന്നപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹീ ഈസ് നോട്ട് ലൈക്ക് മീ. അതാണ് കാരണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം അല്ല അവൻ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറണം എൻ്റെ കുട്ടി, എൻ്റെ യുവാക്കൾ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അവൻ IMO എന്നും SMH എന്നും ഒക്കെ പറഞ്ഞ് സ്കിബിഡി, അല്ലെങ്കിൽ അവൻ്റെ ഭാഷ കേൾക്കുമ്പോൾ ഞാനൊന്ന് ഇച്ചിരി ഇവൻ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഇപ്പോൾ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇൻഫ്ലുവൻസർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബീസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഓൺലൈൻ അല്ലെ കൊറിയൻ പാട്ടുകളാണ് കുട്ടികൾ കേൾക്കുന്നത്. They are not like us. പക്ഷേ സഭയും സമൂഹവും അവരെ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴേ ശ്രമിച്ചാൽ, വഴിതെറ്റി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കാതിരുന്നാൽ, അച്ഛന്മാരും കൊച്ചമ്മമാരും സഭാജനങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ കൂട്ടത്തിൽ എത്ര പേരുടെ അടുത്ത് നിങ്ങളെ തേടി ഒരു പ്രശ്നം സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ എത്ര കുട്ടികളാണ് വരിക? ഡു ദേ കം ടു യു? ഞാനും നിങ്ങളും ഫേസ് ചെയ്ത കോൺഫിഡൻസ് ഇല്ലായ്മയും പല ഐഡൻറ്റിറ്റീസും ഉള്ള പ്രശ്നങ്ങളും ഇതെല്ലാം നേരിട്ട് തന്നെയാണ് അവരും ജീവിക്കുക. അവിടെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഷാജി ജോർജ് സാറിൻ്റെ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഷാജി ജോർജ് സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ, ഷാജി ജോർജ് സാറിൻ്റെ ലേറ്റസ്റ്റ് ബുക്കാണ് മഴ കാത്ത് കിടക്കുന്ന വിത്തുകൾ. നമ്മളെല്ലാവരും ഏതോ ഒരു മഴ കാത്ത് നിൽക്കുന്ന വിത്തുകളാണ്. ആ കുട്ടികൾ, ആ യുവാക്കൾ, ഞാനും നിങ്ങളും നമുക്ക് മഴയുമാവാം വിത്തുമാവാം. പല സാഹചര്യങ്ങളിൽ മഴ കാത്തു നിൽക്കുന്ന വിത്താണ് ഞാൻ. ചിലപ്പോൾ ഞാൻ മഴയുമാകാം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, സത്വ അന്വേഷണമുണ്ട്. ഈ അന്വേഷണത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും. സഭ എന്ന രീതിയിൽ ഇതായിരിക്കണം ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ഒരു സമയത്തിനും ഈ ഒരു സാഹചര്യത്തിനും ഈ ഒരു ചാൻസിനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും സഭയോടും യുവജന സഖ്യത്തോട് എസ്പെഷ്യലി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. താങ്ക് യു.